ജാക്സൺ ചുകത്തിയെ. നമ്മൾ ശബരിമലയിൽ നിന്ന് ചെമ്പുപാളി സ്വർണം പതിച്ചത് ക്ലാഡഡ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. നമുക്കറിയാം ഇത്തരം വസ്തുക്കൾക്കൊന്നും അതിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ വിലയല്ല, അതിന് ഭക്തി വിലയുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ജയർന്ന് വെച്ചിട്ട് ഒന്ന് ഇറക്കിയിട്ട് പൂജാരി അവിടെ വെച്ചിട്ടൊന്ന് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം റൈസ് പുള്ളർ, നമ്മളിങ്ങനെ പല സാധനങ്ങളിലെയും വില ഭയങ്കര കൂടുന്നതിൻ്റെ കാരണം ഈ വസ്തു എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വിഗ്രഹത്തിൻ്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടുന്നതിൻ്റെ കാരണം അതിൻ്റെ പഴക്കം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ ഘടകങ്ങളായിട്ടുണ്ട്. ഇവിടെ എന്തുണ്ടായിരിക്കുന്നത്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ചെമ്പ് ഒരു പാളിയുണ്ട്, അതാണ് ആ ദ്വാരപാലകരുടെ ഇത്. അതിൻ്റെ മുകളിലാണ് സ്വർണം പൊതിഞ്ഞിട്ടുള്ളത്. ഈ ചെമ്പുപാളിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ പറയുന്ന മൊത്തം പീസ്, അതായത് സ്വർണം എന്താ പറയുക, ഇത് പൊതിഞ്ഞിട്ടുള്ള മൊത്തം പീസ് കാണാനില്ല. ഇവിടെ ഇപ്പം ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റുമ്മേ സ്വർണം ഇതാണ്, എന്താ പറയുക, നമ്മൾ സ്വർണം മുക്കിയതാണ് എന്ന് പറയാം. നമ്മൾ കവറിങ് ഗോൾഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെമ്പിൻ്റെ. ആ ചെമ്പ് തകിടും ഒറിജിനൽ അല്ല, അത് മാറ്റി വെച്ചുള്ളതാണ്. അപ്പം ഈ സാധനം ഇപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോൾഡ് കണ്ടെടുത്തു. കോടതിയിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവും, ആദ്യത്തെ ആളൊരു ഡയലോഗ് പറയും. ഈ പറയുന്ന ഈ ലൈക്ക് നമ്മുടെ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും, കോടതിയിലെത്തുമ്പോൾ ഇപ്പം അതൊന്നുമില്ല, കോടതിയിലെത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും, എനിക്ക് ഇവിടെ തന്നത് ചെമ്പാണ്, എൻ്റെ ഇത് പേപ്പറുണ്ട്, ഇത് ചെമ്പായിരുന്നു എന്നാണ്. കോടതി നോക്കുമ്പോൾ അയാൾക്ക് കൊടുത്ത പേപ്പറിൽ ചെമ്പാണ്. അപ്പം എന്തുണ്ടായി, ആ കേസ് അവിടെ വെച്ച് അതിൻ്റെ മേലെ, കാരണം അയാൾ ഗോൾഡ് കൊണ്ടുപോയി എന്ന് തെളിവില്ല. ഇപ്പൊ ഗോൾഡ് പോയോ ഇല്ല എന്നുള്ളത് വേറെ പ്രശ്നമാണ്. കോടതിയിൽ ഇയാൾ ഗോൾഡ് കൊണ്ടുപോയത് ചെമ്പാണ്. അപ്പോൾ മുരാരി ബാബുവിൻ്റെ അടുത്ത് ചോദിക്കും, ഇത് കൊണ്ടുപോയത് ഇപ്പൊ ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ചോദിക്കും. അപ്പോൾ മുരാരി ബാബു പറയും, അത് ചെമ്പ് ആണ്, അത് സ്വർണം പൂശ എന്തുണ്ടായിരുന്നു, അത് മങ്ങി, അതിന് കളറൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് ചെമ്പായിരുന്നു, അതുകൊണ്ടാണ് ചെമ്പ് എന്ന് എഴുതി കൊടുത്തതെന്ന് പറയും. അപ്പൊ അടുത്ത ആളോട് ചോദിക്കുക, അപ്പൊ ഇത് ചെമ്പായിരുന്നു ചോദിക്കും. അപ്പൊ അത് ഇങ്ങനെയൊക്കെ ആയിട്ട് അത് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടാവും, എന്നാലും കുറച്ച് സ്വർണ്ണം ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെ പറയും. അപ്പൊ മറ്റേ ഇപ്പൊ ഈ സ്വർണം കണ്ടെടുത്ത കോടീശ്വരനായ മുതലാളി ഉണ്ടല്ലോ, ആളെടുത്ത് ചോദിക്കും, അപ്പൊ നിങ്ങൾ ഈ സ്വർണം കണ്ടെടുത്തിട്ടുണ്ടല്ലോ നിങ്ങളവിടെ. അപ്പൊ അയാൾ പറയും, ഞാന് ജ്വല്ലറി നടത്തുന്ന ആളാണ്, ഞാനവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വില കൂടുന്ന കാരണം കൊണ്ട് മേടിച്ചു വെച്ച ഗോൾഡാണ്, ആ ഗോൾഡിന്റെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാണ് എന്റെ സ്വർണ്ണം എനിക്ക് തിരിച്ചു തരണം, എന്നെ ഒരു ഇടിച്ച് ഇതൊക്കെ പറയിപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് അയാളും ഒരു മൊഴി നൽകും. ഇതോടുകൂടി ഈ എല്ലാ കേസും പോയി, സ്വർണവും പോയി, ഈ കേസ് മുഞ്ചി. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഈ കേസ് അവസാനിപ്പിക്കുന്നത്.